ഇത് നല്ല ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. ശംഖുപുഷ്പത്തിൻ്റെ നീല ശംഖുപുഷ്പത്തിൻ്റെ ചെടിയാണ്. ഞാനിത് വീട്ടിൽ നട്ട് വളർത്തിയിട്ടുണ്ട്. കാരണം വേറൊന്നിനുമല്ല, ശംഖുപുഷ്പത്തിൻ്റെ ടീ ഒക്കെ കുടിക്കുന്നത് നല്ലതാണ്. ഞാൻ ഇന്നാളൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ്, അല്ലെങ്കിൽ ഒരു ചെടിയാണ് ഈ നീല ശംഖുപുഷ്പം. ഇതാണ്ടോ, ഇഷ്ടംപോലെ പൂവ് നിൽപ്പുണ്ട് ഇതിൽ. ഇത് ഉണക്കി നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പൂ വരാത്ത സമയത്തും നമുക്ക് ഇത് ടീ ഉണ്ടാക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം. ടീ മാത്രമല്ല, ഔഷധ ഗുണം, ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ഇത്. ഇതാണ്ടോ, ഇത് പറിച്ചിട്ട് നമുക്ക് ഉണക്കി സൂക്ഷിക്കാം. ഉണക്കി ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിട്ട് വെച്ചിരുന്നാൽ നമുക്ക് വീണ്ടും ചായ ഇടുന്നതിന് വേണ്ടിയിട്ട്, ഇത് ഇല്ലാത്ത സമയത്ത് ചായ ഇടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇത് മാത്രമല്ല, എണ്ണ കാച്ചുന്നതിന്, കുഞ്ഞുങ്ങൾക്ക് ചൊറി, ചിരങ്ങ് എന്നിവയൊക്കെ വരുന്നതിന് ഇതിൻ്റെ പൂവിട്ടും കായിട്ടും, ഇതിൻ്റെ വേരാണ് ഏറ്റവും നല്ലത്. വേരിട്ട് വെളിച്ചെണ്ണ കാച്ചുന്നത് നല്ല ഔഷധ ഗുണമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വരുന്ന തൊലിപ്പുറത്ത് വരുന്ന എല്ലാ അസുഖങ്ങൾക്കും ഇത് വലിയ ഒരു മരുന്നാണ്. ആയുർവേദത്തിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സസ്യമാണ് ഈ ശംഖുപുഷ്പം. അതിൽ ഏറ്റവും കൂടുതൽ ഗുണം നീല ശംഖുപുഷ്പത്തിനാണ്. നീല ശംഖുപുഷ്പമാണ് ഏറ്റവും കൂടുതൽ ഇതിന് ഗുണം, ഔഷധ ഗുണം കൂടുതലുള്ളത് നീല ശംഖുപുഷ്പത്തിനാണ്. ഇതാണ്ടോ, നിറച്ച് പൂവ് നിൽപ്പുണ്ട്. മഴക്കാലത്തായാലും ഇതിന് പൂവുണ്ടായിരിക്കും. ഇതാണ്ടോ, നിറച്ച് പൂവുണ്ട്. അതിൽ എപ്പോഴും ഇത് കായ്ക്കുന്ന ഒരു സസ്യവുമാണ്, പൂക്കുന്ന ഒരു ഇതിൻ്റെ വിത്തിൽ നിന്നാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ തൈയല്ല, വിത്ത് പൊടിപ്പിച്ചാണ് പുതിയ സസ്യങ്ങൾ വരുന്നത്. ഇഷ്ടംപോലെ പൂ പൂത്ത ഉടൻ തന്നെ അത് വിത്ത് ആവും. പൂ ഒന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ നല്ലവണ്ണം വിത്തെടുക്കാൻ പറ്റും. കണ്ടാൽ അമരയ്ക്ക പോലെ ഇരിക്കുന്ന ഒരു വിത്താണ് ഈ ശംഖുപുഷ്പത്തിനുള്ളത്. അത് നമുക്ക് കാലങ്ങളോളം നമുക്ക് സൂക്ഷിച്ച് വെച്ച് നടാവുന്നതാണ്. 2 or 3 വിത്ത് നട്ടാൽ മതി, നമുക്ക് ആവശ്യത്തിനുള്ള തൈ കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഒരു ശംഖുപുഷ്പം വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ഒരു ശംഖുപുഷ്പം നല്ലതാണ്. അതുപോലെ തന്നെ എണ്ണ കാച്ചുന്നതിന്, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും മുടി പൊഴിച്ചിലിന് എണ്ണ കാച്ചുന്നതിന് ഏറ്റവും നല്ലതാണ്. ഇതിൻ്റെ ഇലയിട്ട് വേണമെങ്കിലും കാച്ചാം, പൂവുണ്ടെങ്കിൽ പൂവിട്ട് കാച്ചാം. ഇലയും ഇട്ട് എണ്ണ കാച്ചുന്നത് മുടി കൊഴിച്ചിലിന് ഏറ്റവും നല്ലതാണ്. ഇതെല്ലാം ആയുർവേദത്തിൽ പറയുന്നതാണ്. ഞങ്ങളിത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. ഇപ്പോൾ എണ്ണ കാച്ചുന്നത് ഇതിൻ്റെ പൂവും ഇലയും ഇട്ടിട്ടാണ് ഇതിൻ്റെ എണ്ണ ഞങ്ങൾ കാച്ചുന്നത്. തലവേദനയ്ക്കൊക്കെ ഏറ്റവും ഗുണമുള്ള ഒരു എണ്ണയാണ് ഈ ശംഖുപുഷ്പം ഇട്ട് എണ്ണ കാച്ചുന്നത്. അപ്പോൾ നിങ്ങളും ഒരു ശംഖുപുഷ്പമെങ്കിലും പനിക്കൂർക്ക വീട്ടിൽ നടുന്നത് പോലെ കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ശംഖുപുഷ്പം നട്ട് വളരുന്നതും ഏറ്റവും നല്ലതാണ്. ഓക്കേ.